പശ്ചിമഘട്ടത്തിലെ നീലഗിരി കുന്നുകളുടെ താഴ്വാര പ്രദേശമായ അട്ടപ്പാടി ഷോളയൂർ പഞ്ചായത്തിലെ ഏക സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളാണ് ഗവൺമെൻറ് ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഷോളയൂർ. 1938 സ്ഥാപിക്കപ്പെട്ട ഈ സ്കൂൾ 1957 വരെ ഹരിജനക്ഷേമ വകുപ്പിന് കീഴിൽ പട്ടികവർഗ വിദ്യാർത്ഥികൾക്കായി പ്രവർത്തിച്ചു. 1959 പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കൈമാറിയ ഈ സ്ഥാപനം 1962 വരെ വരകമ്പാടി എന്ന ഉൾപ്രദേശത്തായിരുന്നു പ്രവർത്തിച്ചു വന്നത്. 1947 ഷോളയൂർ ഗ്രാമസേവകൻ ക്വാർട്ടേഴ്സിന് സമീപത്തേക്ക് സ്കൂൾ മാറ്റുകയുണ്ടായി. 1992 LP സ്കൂൾ UP സ്കൂളായും 1998 UP സ്കൂൾ ഹൈസ്കൂളായും ഉയർത്തപ്പെട്ടു. 2004 ഷോളയൂരിന്റെ സ്വപ്ന സാക്ഷാത്കാരം സഫലമാകുന്നു. നാട്ടുകാരുടെയും രക്ഷിതാക്കളുടെയും അധ്യാപകരുടെയും ശ്രമഫലമായി ഹയർ സെക്കൻഡറി അനുവദിക്കപ്പെട്ടതോടുകൂടി വിദൂര ഊരുകളിൽ നിന്നുള്ള ഗോത്രവർഗ വിദ്യാർത്ഥികൾക്ക് മെച്ചപ്പെട്ട പഠന സൗകര്യം സംജാതമായി. കബഡി ജൂനിയർ ബോയ്സിൽ 7ാം സ്ഥാനം, സ്റ്റേറ്റിൽ 7ാം സ്ഥാനം. ആലോചിച്ച് നോക്കിയേ. മികച്ച പാഠ്യപ്രവർത്തനങ്ങളോടൊപ്പം പാഠ്യേതര പ്രവർത്തനങ്ങളിലും സ്കൂൾ മുൻനിരയിലാണ് പ്രവർത്തിക്കുന്നത്. ലിറ്റിൽ കൈറ്റ്സ്, സ്റ്റുഡൻറ് പോലീസ് കേഡറ്റ്, വിദ്യാരംഗം കലാസാഹിത്യവേദി, സോഷ്യൽ സയൻസ് ക്ലബ്ബ്, ഗണിത ക്ലബ്ബ്, പരിസ്ഥിതി ക്ലബ്ബ്, ആർട്സ് ക്ലബ്ബ് എന്നിവയുടെ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായി നടന്നുവരുന്നു. കേരള സർക്കാർ നടപ്പിലാക്കി വരുന്ന പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ കീഴിലുള്ള തിരഞ്ഞെടുത്ത സ്കൂളുകൾക്ക് മാത്രമായി ഇംപ്ലിമെൻ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രൊജക്റ്റാണ് സ്പെഷ്യൽ എൻറിച്ച്മെൻറ്റ് പ്രോഗ്രാം. ഇതിൻ്റെ ഭാഗമായി പാലക്കാട് ജില്ലയിലെ ഷോളയൂർ സ്കൂളിന് സ്പെഷ്യൽ എൻറിച്ച്മെൻറ്റ് പ്രോഗ്രാമിൽ ഉൾപ്പെടുത്താൻ സാധിച്ചതിൽ സംസ്ഥാന സർക്കാരിനും വിദ്യാഭ്യാസ വകുപ്പിനും നന്ദി അറിയിക്കുകയാണ്. ഗോത്രമേഖലയിലുള്ള 800-ലധികം കുട്ടികൾ പഠിക്കുന്ന ഈ സ്ഥാപനത്തിൽ 100% ഗോത്ര വിഭാഗത്തിൽപ്പെട്ട കുട്ടികളായതുകൊണ്ട് തന്നെ പഠന പരിപോഷണ പിന്തുണ അത്യാവശ്യമായി നിൽക്കുന്നു. അതിനാൽ തന്നെ കുട്ടികളുടെ പഠനത്തിലും അതിലുപരി അവരുടെ സമഗ്രമായ വികസനത്തിനും ഊന്നൽ നൽകിക്കൊണ്ട് നടപ്പിലാക്കുന്ന ഈ സ്പെഷ്യൽ എൻറിച്ച്മെൻറ്റ് പ്രോഗ്രാമിൽ 1 മുതൽ 10 വരെയുള്ള കുട്ടികൾക്ക് പഠന പിന്തുണ നൽകുന്ന എല്ലാ പ്രവർത്തനങ്ങളും ഈ വർഷം ഷോളയൂർ ഗവൺമെൻറ് ട്രൈബൽ ഹൈസ്കൂളിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഭാഗമായി 1ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് വേണ്ട പഠനോപകരണങ്ങൾ, UP ക്ലാസ്സുകളിലെ കുട്ടികൾക്ക് വേണ്ട ശാസ്ത്ര പഠനം,
ഹൈസ്കൂൾ 10ാം ക്ലാസ്സിലെ പ്രത്യേകിച്ച് കുട്ടികൾക്ക് ആവശ്യമായ പഠന പിന്തുണ, SLC പരീക്ഷയിൽ 100% വിജയം ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ എല്ലാം ഇതിൻ്റെ ഭാഗമായി നടന്നു വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ സ്കൂളിൻ്റെ ഭൗതിക സാഹചര്യം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി ഉള്ള മറ്റ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഇതെല്ലാം ഉൾപ്പെടുന്നതാണ് സ്പെഷ്യൽ എൻറിച്ച്മെൻറ്റ് പ്രോഗ്രാം. വെറും പേപ്പർ ഉപയോഗിച്ച് രസകരമായ കരകൗശല വസ്തുക്കൾ ചുരുങ്ങിയ ചെലവിൽ നിർമ്മിക്കാം എന്ന ലക്ഷ്യത്തോടെ പേപ്പർ ക്രാഫ്റ്റ് നിർമ്മാണ പരിശീലനം BRCയിലെ പ്രവൃത്തി പരിചയ അധ്യാപികയായ ശ്രീമതി ജയലതയുടെ നേതൃത്വത്തിൽ നടത്തുകയുണ്ടായി. എല്ലാ പ്രായത്തിലുള്ള കുട്ടികളെ സന്തോഷിപ്പിക്കുന്ന ഒരു പ്രവർത്തനമായിരുന്നു ഇത്. കുട്ടികളുടെ സൃഷ്ടിപരമായ സർഗാത്മകതയെ വളർത്തുവാനും കഴിവുകളിലുള്ള ആത്മവിശ്വാസം വളർത്തുന്നതിനും വേണ്ടി എംബ്രോയിഡറി സ്റ്റിച്ചിങ് പരിശീലനം അഗളി BRC അധ്യാപികയായ ശ്രീമതി ജയലതയുടെ നേതൃത്വത്തിൽ നടത്തുകയുണ്ടായി. ഔപചാരിക പാഠ്യപദ്ധതിയിൽ നാടകത്തെ ഉൾപ്പെടുത്തി കുട്ടികളിൽ നാടക സംസ്കാരം വളർത്തുക എന്ന ലക്ഷ്യത്തോടെ നാടക അഭിനേതാവും കുട്ടികളുടെ നാടക പരിശീലകനുമായ ശ്രീ ജോമി N. ജോർജിൻ്റെ നേതൃത്വത്തിൽ നാടക പരിശീലനം നടത്തുകയുണ്ടായി. കുട്ടികളെ പൂർണ്ണമായും ഉൾപ്പെടുത്തിക്കൊണ്ടും അവരുടെ ആശയങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടുമുള്ള പരിശീലനമാണ് നടന്നത്.
കുട്ടികളുടെ നാടകം കുട്ടികളുടേത് തന്നെയാകണം എന്ന ആശയത്തിൽ ഊന്നിക്കൊണ്ടുള്ള പരിശീലനമാണ് ഇവിടെ നടന്നത്. ഭാഷയിലും അവതരണത്തിലും കുട്ടികൾ വെറും കുട്ടികളായി മാറുന്നതോടൊപ്പം കളിച്ചും ചിരിച്ചും രസിച്ചും ചില സാമൂഹ്യ പാഠങ്ങളെ അവർ അവതരിപ്പിക്കുകയുണ്ടായി. LED ലൈറ്റിംഗ് ഒരു മികച്ച ലൈറ്റിംഗ് ഓപ്ഷനായി ലോകമെമ്പാടും അംഗീകാരം നേടിക്കഴിഞ്ഞിരിക്കുന്നു. സുസ്ഥിരവും ഊർജ്ജക്ഷമതയുള്ളതും ദീർഘായുസ്സുള്ളതും അതോടൊപ്പം ആരോഗ്യവും സുരക്ഷയും പ്രോത്സാഹിപ്പിക്കുന്ന നല്ല വെളിച്ചമുള്ള അന്തരീക്ഷം തരുന്ന LED-കൾ നിർമ്മിക്കാനുള്ള പരിശീലനം കുട്ടികൾക്ക് നൽകുക എന്ന ഉദ്ദേശത്തോടെ കാഞ്ഞിരപ്പുഴ ITIയിലെ ഇലക്ട്രോണിക്സ് അധ്യാപകനായ ഫാദർ എയ്ബിൻ്റെയും വിദ്യാർത്ഥികളുടെയും നേതൃത്വത്തിൽ LED സീരിയൽ നിർമ്മാണ പരിശീലനം നടക്കുകയുണ്ടായി. തൊഴിലധിഷ്ഠിത പരിശീലന പദ്ധതി എന്ന രീതിയിൽ ആഭരണ നിർമ്മാണ പരിശീലനം കുട്ടികൾക്കായി നടത്തുകയുണ്ടായി. അലങ്കരിച്ച കൊന്തകളുള്ള നെക്ലസ്, സ്റ്റഡ് കമ്മലുകൾ, വളകൾ, മാലകൾ തുടങ്ങി വിവിധ തരത്തിലുള്ള ആഭരണങ്ങൾ നിർമ്മിക്കാനുള്ള പരിശീലനം ശ്രീമതി ശ്രീജയുടെ നേതൃത്വത്തിൽ നടത്തുകയുണ്ടായി. റിട്ടയർഡ് ഫിസിക്സ് അധ്യാപകനും RPയുമായ ശ്രീ സുരേന്ദ്രൻ്റെ നേതൃത്വത്തിൽ രസകരമായ ശാസ്ത്ര പരീക്ഷണങ്ങളിലൂടെ പ്രകൃതിയിലും ചുറ്റുപാടുകളിലും നടക്കുന്ന പ്രതിഭാസങ്ങളുടെ ശാസ്ത്രീയത എന്താണെന്ന് മനസ്സിലാക്കി കൊടുക്കുന്ന തരത്തിലുള്ള പരിശീലനം നടത്തുകയുണ്ടായി. ശാസ്ത്രത്തോടുള്ള കുട്ടികളുടെ കൗതുകം വർദ്ധിപ്പിക്കാൻ പ്രസ്തുത പരിശീലനം ഏറെ സഹായകമായി. സാമൂഹ്യബോധവും വളർത്തുന്നതിന് വേണ്ടി SSLC വിദ്യാർത്ഥികൾക്ക് വേണ്ടി പ്രത്യേക പഠന പരിപോഷണ പരിപാടിയുടെ ഭാഗമായി കൈത്താങ് എന്ന പേരിൽ ദ്വിദിന ക്യാമ്പ് നടത്തുകയുണ്ടായി. കുട്ടികളുടെ പഠനത്തിനോടുള്ള താല്പര്യം വർദ്ധിപ്പിക്കുന്നതിനും അവരുടെ സർഗാത്മകമായ കഴിവുകളെ മെച്ചപ്പെടുത്തുന്നതിനും വേണ്ടി വിവിധ ക്ലാസുകൾ നടത്തുകയുണ്ടായി. വിനോദത്തിലൂടെ കുട്ടികളിൽ അറിവും സാമൂഹ്യബോധവും വളർത്താൻ ഉതകുന്ന നിരവധി പരിപാടികൾ കൂട്ടിച്ചേർത്താണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. ഔപചാരിക വിദ്യാഭ്യാസത്തിൻ്റെ ചട്ടക്കൂടിന് പുറത്തു നിന്നുകൊണ്ട് കുട്ടികൾക്ക് ഹൃദ്യമായ പ്രവർത്തനങ്ങളിലൂടെ പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികളുടെ സർഗശേഷികൾ വർദ്ധിപ്പിക്കുക എന്നതായിരുന്നു ക്യാമ്പിൻ്റെ ലക്ഷ്യം. SSLC കുട്ടികളിൽ ഗണിത പഠനവും ചരിത്ര പഠനവും സുഗമമാക്കുന്നതിനു വേണ്ടി റിട്ടയർഡ് HMമായ ശ്രീ വേണു പുഞ്ചപ്പാടത്തിൻ്റെയും റിട്ടയർഡ് അധ്യാപകനായ ശ്രീ രാമചന്ദ്രൻ്റെയും നേതൃത്വത്തിൽ പ്രത്യേക പരിശീലനം നടത്തുകയുണ്ടായി. ഫാഷൻ ഡിസൈനിംഗ് ലോകത്തേക്ക് കുട്ടികളുടെ അഭിരുചി വളർത്തുക എന്ന ഉദ്ദേശത്തോടു കൂടി ശ്രീമതി ജയലതയുടെ നേതൃത്വത്തിൽ ത്രെഡ് പാറ്റേൺ നിർമ്മാണ പരിശീലനം സംഘടിപ്പിച്ചു.
കുട്ടികൾ അവരവരുടേതായ ഭാവനയ്ക്കനുസരിച്ച് വ്യത്യസ്തമായ ഡിസൈനുകളിലുള്ള ത്രെഡ് പാറ്റേൺ നിർമ്മിക്കുകയുണ്ടായി. SSLC കുട്ടികളിൽ ഗണിതത്തിൽ അഭിരുചി വളർത്തുന്നതിനു വേണ്ടി ശ്രീമതി നസീമയുടെ നേതൃത്വത്തിൽ പ്രത്യേക പരിശീലനം നടത്തുകയുണ്ടായി. കുട്ടികളിൽ ജാമതീയ നിർമ്മിതികളെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കാൻ പരിശീലനം ഏറെ സഹായകരമായിരുന്നു. പത്താം തരം ഹിന്ദി പഠനം സുഗമമാക്കുന്നതിനും ഹിന്ദിയിൽ അഭിരുചി വർദ്ധിപ്പിക്കുന്നതിനും വേണ്ടി സ്റ്റേറ്റ് റിസോഴ്സ് ഗ്രൂപ്പ് മെമ്പറും ഹിന്ദി അധ്യാപകനുമായ ശ്രീ പ്രകാശിൻ്റെയും ശ്രീ സോമശേഖറിൻ്റെയും നേതൃത്വത്തിൽ ജീത് ഹിന്ദി എന്ന പ്രത്യേക ഹിന്ദി പരിശീലന പരിപാടി നടക്കുകയുണ്ടായി. പ്രസ്തുത പരിശീലന പരിപാടി കുട്ടികളിൽ ഹിന്ദി ഭാഷാ താൽപ്പര്യം വർദ്ധിപ്പിക്കുവാൻ ഏറെ സഹായകരമായിരുന്നു. ഷോളയൂർ സ്കൂളിലെ വിദ്യാർത്ഥികൾ കായിക രംഗത്ത് വിശേഷ കഴിവും കരുത്തുമുള്ളവരാണ്. അവരുടെ കായിക രംഗത്തെ ശേഷി പരിപോഷിപ്പിക്കുന്നതിനു വേണ്ടി വിദഗ്ധ കായിക പരിശീലകരായ ശ്രീ ഈശ്വരൻ മാഷിൻ്റെയും ശ്രീ വിഷ്ണു, ശ്രീ വൈശാഖ് എന്നിവരുടെയും നേതൃത്വത്തിൽ വോളിബോൾ, കബഡി പരിശീലനം നടത്തുകയുണ്ടായി. കുട്ടികളിൽ അറിവും സാമൂഹ്യബോധവും വളർത്തുന്നതിനു വേണ്ടി 8-9 ക്ലാസ്സുകളിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി പ്രത്യേക പഠന പരിപോഷണ പരിപാടിയുടെ ഭാഗമായി ഉണർവ് എന്ന പേരിൽ ദ്വിദിന ക്യാമ്പ് നടത്തുകയുണ്ടായി. ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസുകളും മോട്ടിവേഷൻ ക്ലാസുകളും വ്യക്തിത്വ വികസന ക്ലാസുകളും കൗൺസിലിംഗ് ക്ലാസുകളും ആരോഗ്യ സുരക്ഷാ ക്ലാസുകളും അതോടൊപ്പം ക്യാമ്പ് സമാപനത്തിനോട് അനുബന്ധിച്ച് സാംസ്കാരിക പരിപാടികളും സംഘടിപ്പിക്കുകയുണ്ടായി.
പ്രത്യേക പഠന പരിപോഷണ പരിപാടിയുടെ ഭാഗമായി കുട്ടികൾക്ക് പഠനയാത്രയും സംഘടിപ്പിക്കുകയുണ്ടായി. അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും നേതൃത്വത്തിൽ ക്ലാസ് മുറികൾ മോടി പിടിപ്പിക്കുകയും ചുവർ ചിത്രങ്ങൾ വരച്ച് ക്ലാസ് മുറികൾ ആകർഷകമാക്കുകയും ചെയ്തു.